അടുത്തത് ഒരു സഫാരി ഓണർ അല്ലെങ്കിൽ സഫാരി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടാവുന്ന ഒരു ചോദ്യമാണ്. ഒരു ടാറ്റ സഫാരി ഉടമസ്ഥൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തല്ല വിജേഷേ? പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലേ? പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ പിന്നെ ഡഫ് കറക്റ്റ് ആയിരിക്കണം എന്നുള്ള ഒന്നത്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഈ ഡാഷ്ബോർഡിൽ പിന്നെ മീറ്ററിൽ ഏതെങ്കിലും സിമ്പിള് പിന്നെ ഡ്രൈവിങ്ങിൽ ഇങ്ങനെ കത്തിക്കിടക്കുന്നുണ്ടോ നോക്കണം. ഇപ്പോൾ അതിൽ പിന്നെ എൻജിൻ ഓയില്, ബ്രേക്ക് ഓയിലിൻ്റെ, അതേപോലെ ABS-ന്റെ ലൈൻ, എന്തെങ്കിലും അങ്ങനത്തെ സിമ്പിൾ ശ്രദ്ധിക്കുക. അത് നമ്മൾ നോർമൽ വണ്ടികളിലുള്ള പോലെ തന്നെ നോർമൽ വണ്ടി. അതിനേക്കാൾ എക്സ്ട്രാ ശ്രദ്ധിക്കേണ്ട കാര്യം ഡഫിന്റെ കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അത് മെയിനായിട്ട് ഡഫിനായിട്ട് ശ്രദ്ധിക്കണം. അത് ഡഫിന്റെ കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കാൻ വിശേഷം പറയാൻ കാരണമെങ്കിൽ അതിന് പണി വന്നാൽ വലിയൊരു എമൗണ്ട് ആവും അല്ലേ? ഏതെങ്കിലും വണ്ടികൾ അങ്ങനെ വന്നിട്ടുണ്ടോ? അവിടെ വന്നില്ല. അത് നമ്മൾ ഓരോ സർവീസിന് വരുമ്പോൾ ചിലപ്പോൾ കസ്റ്റമറോട് മറന്നുവെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ട് അതിപ്പോ സർവീസ് പോലെ തന്നെ അത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഫില്ലാക്കും. അത് എങ്ങനെയായാലും നമ്മൾ ഫില്ലാക്കും. അത് കഴിഞ്ഞ പ്രാവശ്യം ഒരു കസ്റ്റമർ മീറ്റപ്പിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് ടാറ്റേന്ന്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എന്താണിത് പുറത്തുനിന്ന് ലോക്കൽ ഡഫ് ചെറിയ പൈസക്ക് കിട്ടാനുണ്ടാവും. ഒരു കാരണവശാലും എന്താ പറയുന്നത് അങ്ങനെയുള്ള ഡഫ് വാങ്ങിയിട്ട് ഇതിൽ ഫില്ല് ചെയ്യാൻ പാടില്ല. കാരണം ഇതിൻ്റെ പിന്നെ ഡഫിൻ്റെ ഭാഗങ്ങളിൽ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ പിന്നെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡഫിന് കുറച്ച് വില കൂടുതലുണ്ടെങ്കിലും അത് തന്നെ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. അതല്ലാതെ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് 10, 100, 150 രൂപ ലാഭം കിട്ടുക. പക്ഷെ അതിന് വേണ്ടിയിട്ട് 50,000 രൂപ മുതൽ 1,00,000 രൂപേൻ്റെ മേലെ വരെ ആ ഒരു ഡഫ് ഉപയോഗിച്ചെങ്കിൽ നിങ്ങൾ പൈസ ഇതിന് വേണ്ടിയിട്ടും ഇതിന് മെക്കാനിക്കൽ പാർട്സിന് വേണ്ടി ചിലവാക്കേണ്ടി വരുന്നുള്ള കാര്യം പറഞ്ഞു. കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. 100% സത്യം. കമ്പനിയിൽ നിന്ന് ഒഴിക്കുന്ന ഏറ്റവും നല്ലത്. ഞാൻ ഇന്നവരെ പുറത്ത് ഒഴിച്ചിട്ടില്ല, മാത്രമേ ചെയ്തുള്ളൂ. ഞാൻ കറക്റ്റ് 7,500 കിലോമീറ്റർ സമയത്ത് ഞാൻ ഫില്ല് ചെയ്യും, വീണ്ടും 10,000 കിലോമീറ്റർ ടോപ്പ് ചെയ്ത് അങ്ങനെ ആ രീതിയിലാണ് ഞാൻ കൊണ്ടുപോകും. വിജയ്, ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ കണ്ടമാനം വണ്ടികൾ അവിടെ എന്തുണ്ട് സർവീസ് ചെയ്യുന്നുണ്ട്. പിന്നെ സഫാരി മാത്രമല്ല, ടാറ്റന്റെ ഒരുപാട് വണ്ടികൾ ഇത് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഒരു സീനിയർ ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ ടാറ്റ സഫാരി ഉള്ള വണ്ടിയോട് എന്താ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾ എന്താ ഉള്ളത്? അതായത് പേഴ്സണൽ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് വിജേഷിന്റെ അഭിപ്രായം, ഇഷ്ടം ടാറ്റ സഫാരിയോട്? പേഴ്സണലായിട്ട് ഇഷ്ടം അല്ലേ? പേഴ്സണൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഒരു വണ്ടിക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഉള്ളിൽ ഇരുന്നാൽ ഒരു ആനപ്പുറത്ത് നിന്ന് ഇരിക്കും പോലെയുള്ള ഫീലായിരിക്കും. അത് തന്നെയാണ് എൻ്റെ പറയാനുള്ളത്. സംഭവം വണ്ടി അടിപൊളി വണ്ടിയാണ്, സൂപ്പർ. സാറിന് എങ്ങനെ? എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെങ്കിൽ ഞാൻ സിയാസ് വാങ്ങി ഉപയോഗിക്കുന്ന കാരണം ഉണ്ടെങ്കിൽ എത്ര ദൂരം യാത്ര ചെയ്താലും ക്ഷീണമില്ലാത്തൊരു വണ്ടിയാണ് സിയാസ്. കാരണം അങ്ങനെ അമർന്നിരിക്കുന്ന ഒരു വണ്ടി ആയതുകൊണ്ട്. സഫാരിയിലും ഡ്രൈവർക്ക് മാത്രമല്ല, കാരണം ഞാനിതിൽ നല്ലോണം ലോങ് യാത്ര ചെയ്ത ആളാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ഫാമിലി ഉണ്ടാവും, അതല്ലാണ്ടെങ്കിൽ എൻ്റെ കൂടെ ബിസിനസ് പാർട്ണർമാർ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞങ്ങൾ എന്താണ് അയോധ്യ പോയിട്ടുണ്ട്. അത് തന്നെ 5,500 കിലോമീറ്റർ ഉണ്ട്, 5,400 കിലോമീറ്റർ ഉണ്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ. ഡൽഹിയിൽ ഞാനും ഫാമിലി ആയിട്ട് പോയിട്ടുണ്ട്, അതും 5,000 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ മാസം ഞാൻ രാജസ്ഥാനിൽ ബിൽവാരെ പോയി. അതിൻ്റെ ഒപ്പം ഞാൻ അമ്മയും അച്ഛനിലായിട്ട്, അച്ഛനിപ്പോൾ 72 വയസ്സായി, അമ്മയ്ക്കും 10-15 വയസ്സായി. ഇവരെല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഉദയപൂർ വരെ പോയി. ഇവിടെ നിന്ന് പോയിട്ട് വന്നിട്ട് അവർക്കൊന്നും യാതൊരു ക്ഷീണം ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് ഞാനിതിനെ എന്താ ഹൈലൈറ്റ്, അത് സസ്പെൻഷൻ്റെ ആണല്ലേ, അതൊരു ക്ഷീണമില്ലാത്ത ഇല്ലേ, അതുപോലെ ബോഡി റോളില്ല, അതെല്ലാം എനിക്ക് ഭയങ്കര. പിന്നെ ആളുകൾ പറയുന്ന വേറൊരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഫാരിയും ഹാരിയറും തമ്മിൽ വലിയ വ്യത്യാസം ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഹാരിയറും ഓടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് സഫാരി ഓടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതിനേക്കാളും ഒന്നും കൂടി ബെറ്റർ എന്താണ് വിജേഷ് പറയുന്നതായിരിക്കും ബെറ്റർ. എന്താ വിജേഷ്, ഹാരിയറും സഫാരിയും തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം? 7 സീറ്റർ ആണല്ലോ? ഓക്കെ, 7 സീറ്ററാണ് സഫാരി. 7 സീറ്ററാണ്. 5 സീറ്ററാണ്. പിന്നെ ഓടിക്കുന്നതിന് കംഫർട്ടബിൾ. ഏതിനാണ് ബെറ്റർ? കുറച്ചും കൂടി ബെറ്റർ സഫാരിക്കാണ്. അതെ, അതായത് ഹാരിയറിന്റെ കാര്യം കുറച്ചും കൂടി ബെറ്റർ സഫാരിയാണ്. പിന്നെ എഞ്ചിൻ കംഫർട്ടബിൾ, എഞ്ചിന് റീപെയിന്റിംഗ് ആണ്, റിഫൈൻഡ് ചെയ്ത എഞ്ചിനാണ്. BS4 ആണോ സാർ ഉദ്ദേശിച്ചത്? അല്ല, ഇപ്പൊ നിലവിലുള്ളതാണെങ്കിലും എങ്ങനെയാണ്? അതെ, ഇതിപ്പോ കുറച്ചുകൂടി റിഫൈൻഡിംഗ് ഉള്ള എഞ്ചിനാണ് BS6. ഏത് മറ്റേ ഹാരിയറിന്റെ? ഹാരിയറിനെക്കാളും ഇപ്പോൾ ഇറങ്ങുന്ന ഹാരിയറിനെക്കാളും കുറച്ചും കൂടി ബെറ്റർ ആണ്. ഓക്കെ. പിന്നെ ചെറിയ മാറ്റങ്ങൾ അല്ല, പിന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ഇതിന്റെ സെക്കൻഡ് റോയിൽ ഇരുന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അടുത്തുള്ള ഹാരിയറാണ്, പക്ഷെ ഹാരിയറിൽ ഇരിക്കുന്ന സമയത്ത് ഒറ്റ ഷേപ്പിൽ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ, ഇതിൽ നമുക്ക് കുറച്ചും കൂടി വിശാലമായിട്ട് സീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു.
ലോങ് യാത്രയ്ക്ക് ബാക്കോട്ടേക്ക് മാറ്റാം, അത് ഫ്രണ്ടോട്ടേക്ക് മാറ്റാം. നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും, അതേപോലത്തേക്ക് മാറ്റാം. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ലോങ് യാത്രക്കെല്ലാം എങ്ങനെയാ നമുക്ക് ഇരിക്കാൻ അതേപോലെ നമുക്ക് ചെയ്യാം. അതേപോലെ അത് തന്നെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്കാണ് ഫ്രണ്ടും ബാക്കും. ഹാരിയറിന് കുറച്ച് ഡ്രമ്മാണ്. പക്ഷേ ഇപ്പൊ വരുന്ന ഹാരിയറിന് ഡിസ്ക് തന്നെയല്ലേ? അതെ. എല്ലാ മോഡലും അങ്ങനെയാണോ? ബേസ് വേരിയന്റ് മാത്രമാണോ? ബേസ് വേരിയന്റിൽ ഡ്രമ്മാണ് ബാക്ക്. PS4. ഇത് പിന്നെ സഫാരി ബേസും ഡിസ്ക് തന്നെയാ? PS4 അല്ല BS6ന്റെ സഫാരി എല്ലാം ഡിസ്ക്. സഫാരി ഡിസ്ക് ആണ്. പിന്നെ ടയർ സൈസ് ചെറിയൊരു വ്യത്യാസം. ഇത് 18 ആണ്. പിന്നെ സസ്പെൻഷന്റെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. വിജേഷ്, അടുത്തത് മെയിനായിട്ടൊരു ചോദ്യമാണ്. ടാറ്റ സഫാരി വാങ്ങാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ട്, എന്താണ് വിജേഷിന് അവരോട് കൊടുക്കാനുള്ളൊരു നിർദ്ദേശം എന്തായിരിക്കും, അല്ലെങ്കിൽ വിജേഷിന്റെ അഭിപ്രായം എന്താണ്? ടാറ്റ സഫാരി അല്ല, ഞാൻ വിജേഷ് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്. അതായത് എന്നെ നാട്ടിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് മാത്രമല്ല, വിദേശത്ത് നിന്ന് വിളിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നെല്ലാം വിളിച്ച് ചോദിച്ചിട്ട് എൻ്റെ അഭിപ്രായം ചോദിക്കാറുണ്ട് എങ്ങനെയാണുള്ളത്. കാരണം ചാനലിൽ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ വെച്ചുകൊണ്ട് അത് വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ വിജേഷിൻ്റെ ഒരു അഭിപ്രായം എന്താ? ടാറ്റേൻ്റെ SUV ആണെങ്കിലും കാറാണെങ്കിലും എല്ലാം അടിപൊളി വണ്ടിയാണ്. അല്ല, അത് പിന്നെ നിങ്ങൾ ടാറ്റയിൽ നിൽക്കുന്ന ആൾ അങ്ങനെയായിരിക്കും പറയാന്നുള്ള കാര്യം വളരെ ആൾക്കാർ പറയും. അടിപൊളി സൂപ്പർ വണ്ടിയാണ്. കംപ്ലൈന്റ് പഴയ ടാറ്റന് പോയില്ല, ഇപ്പോൾ ഇറങ്ങുന്ന നല്ല 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 വണ്ടികളാണ്. പിന്നെ SUV എടുക്കുകയാണെങ്കിൽ ഇപ്പൊ സഫാരിന്റെ ആയാതൊരു ഇതുണ്ട്. അതുപോലെ വേറൊരു ചോദ്യം തന്നെ, ഒരു ടാറ്റ സഫാരി ഓണർ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? അതുപോലെ അതിൽ മെയിൻ്റെനൻസ് അല്ലെങ്കിൽ സർവീസ് ഇതെല്ലാം ബന്ധപ്പെട്ടിട്ട് വിജേഷ് എന്താ പറയാനുള്ളത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീറ്ററിലെ സിമ്പല്, അതേപോലെ എന്തെങ്കിലും പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അതായത് വാണിംഗ് ലൈറ്റുകൾ എന്തെങ്കിലും തെളിയുന്നുണ്ടോ നോക്കുക. ഡഫ് നോക്കുക മെയിനായിട്ട്. പിന്നെ ഈ ടയറിന്റെ പിന്നെ ഇത് സിമ്പിളിൽ കാണിക്കില്ല കുറവുള്ള, പ്രഷർ അതിൽ കാണിക്കും. അതിലൊന്ന് ശ്രദ്ധിക്കുക, അതിൽ. പിന്നെ അതേപോലെ സാർ വണ്ടി സാറിന്റെ കഴുകല് കഴുകും, എഞ്ചിൻ ബോണ്ട് തുറന്നിട്ട് വെള്ളം അങ്ങനെ ശക്തിയിൽ അടിക്കാതിരിക്കുക. ചെയ്തിട്ടില്ല. അതേപോലെ പിന്നെ അതല്ലാതെ നമുക്ക് ലൈറ്റ് ആയിട്ട് വെള്ളടിച്ച് കഴുകാവോ? ലൈറ്റ് ആയിട്ട് വെള്ളടിച്ച് കഴുകാന്ന് വെച്ചാൽ കഴുകാം, തുടച്ച് എനിക്ക് പേടിയാ, ഞാൻ ചെയ്തിട്ടില്ല. തുടച്ച് ഒന്ന് വൃത്തിയാക്കാം, അങ്ങനെ ഇറങ്ങുന്നില്ല. അതേപോലെ പിന്നെ ഇറങ്ങുന്നില്ല, നല്ലൊരു കാര്യമായിട്ട്. അല്ല, സർവീസ് അല്ലെങ്കിൽ മെയിൻ്റെനൻസ് അങ്ങനെ എന്താണ്? സർവീസ് പിന്നെ ഒരു 7500, പിന്നെ 10000 സർവീസ് വരുന്നത്. 1500 ചെക്കപ്പ്, അത് നല്ല കാര്യമാണ്. എല്ലാം ബ്രേക്ക് ചെക്കപ്പ്. ഞാൻ ചോദിക്കട്ടെ, ഈ 7500 ചെയ്യണം നിർബന്ധം മസ്റ്റാന്ന് വെച്ചാല് അത് ചെയ്യണം തന്നെ ഞാൻ പറയാം. കാരണം നമ്മളെല്ലാം 4 വീലും അയക്കും, ബ്രേക്ക് ചെക്കപ്പ് ചെയ്യും, ബമ്പർ ടു ബമ്പറുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. എവിടെയാണ് പ്രശ്നങ്ങളുള്ളത്, എന്താണ് ഫോൾട്ട് ഉള്ളത്, അതേപോലെ എല്ലാം മൊത്തത്തിൽ ബമ്പർ ടു ബമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രണ്ട് മുതൽ ബാക്ക് വരെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യും. അതേപോലെ വണ്ടിയുടെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നോക്കും. അതേപോലെ സൺറൂഫിന്റെ കാര്യങ്ങളും ഡഫ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യും. അത് ചെയ്യുന്നത് നല്ലത്. അതിലൊരു എനിക്ക് വരുന്നത് ഒരു 3500 മുതൽ ഒരു 5000 രൂപ വരെ അതിനൊരു സർവീസ് ചാർജ് വരുന്നുണ്ട്. അതെ സാർ, ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവും ചെയ്യുന്ന ബെനിഫിറ്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. 15,000 മേജർ ആയിട്ടുള്ളത് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് സാറിന് പിന്നെ ടയർ ഇപ്പൊ പറഞ്ഞല്ലോ 95,000 കിലോമീറ്റർ കിട്ടിയെന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് എലമെന്റ് ചെയ്യുന്നുണ്ടാവില്ല സാറ്? ഞാൻ ഓരോ 5000 ഞാൻ പുറമേ ചെയ്യുന്നുണ്ട്. അടുത്തൊരു ചോദ്യം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിന് എന്താ കമ്പനി പറയുന്നത് 16.4 ഇതിന്റെ മൈലേജ് പറയുന്നത്, ഇത് ഹൈവേയിൽ. പക്ഷേ എനിക്കിതിൽ ഹൈവേയിൽ 17.8 വരെ മീറ്ററിൽ കാണിക്കുന്നല്ലാതെ ടാങ്ക് ടു ടാങ്ക് ഓടിച്ചിട്ട് എനിക്ക് കിട്ടാറുണ്ട്, ഞാൻ ലോങ് ഓട്ടം പോകുന്ന സമയത്ത്. പക്ഷേ നാട്ടിലത്തെ നമുക്ക് ലോക്കൽ ഓട്ടത്തിന് 13.5, 14 ആ രീതിയിലുള്ള മൈലേജ് പൊതുവെ കിട്ടാറുണ്ട്. 14 എന്നുള്ള രീതിയിൽ ആവറേജ് പിടിച്ചോളൂ. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇതിൻ്റെ മൈലേജ് കൂട്ടാനും അതോടൊപ്പം തന്നെ എന്താണ് ഇതിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട്, അതായത് നമുക്ക് വഴിക്കാവാതെ നമുക്ക് ലോങ് കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടത് ഒരു ഓണർ എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടയറിന്റെ ഞാൻ പറഞ്ഞു. അതെ. പിന്നെ ഞാൻ പറഞ്ഞു മൈനർ സർവീസുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം ചെക്ക് ചെയ്യും. എഞ്ചിൻ റൂം വന്നു വെച്ചാൽ പിന്നെ എല്ലാ ഫിൽറ്ററുകളും വെച്ച് ക്ലീൻ ആക്കും. എല്ലാം ഫിൽറ്റർ എന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ, പിന്നെ ടയറിൻ്റെ എയർ പ്രഷർ, പിന്നെ അതേപോലെ ഡഫ്, അതേപോലെ
പിന്നെ അതേപോലെ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടർ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. സാർ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യും, അതിന് നോക്കും എന്തെങ്കിലും ഉണ്ടോന്ന്. പിന്നെ ബാറ്ററി കണ്ടീഷൻ, ബാറ്ററിൻ്റെ അതെല്ലാം അതെല്ലാം ഓക്കെ ആയതുകൊണ്ടായിരിക്കാം കാരണം ഇതെല്ലാം നല്ല പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള സാറിൻ്റെ ഡ്രൈവിങ്. നല്ല ഡ്രൈവിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഐസ് നല്ലോണം കിട്ടും, മൈലേജും കിട്ടും. അടുത്ത ഒരു മെയിൻ ആയിട്ടുള്ള ചോദ്യമാണ്, അതായത് ഇങ്ങനത്തെ ഒരു വണ്ടി എടുക്കുന്ന ഒരാളോട് നിങ്ങൾക്ക് അവർ കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം എന്തായിരിക്കും, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആൾക്കാരോട്? കാരണം വേറെ ഒന്നുമല്ല, പിന്നെ കണ്ടമാനം ആളുകൾ ടാറ്റേൻ്റെ സർവീസിനെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് ആളുകൾ എന്താ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ. അപ്പോൾ എന്നോടൊരു ഇഷ്ടമായ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എത്ര പ്രാവശ്യം വഴിക്ക് കിടന്നു, ടാറ്റേൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സപ്പോർട്ടാണ് കിട്ടിയത് എന്നുള്ള കാര്യം. സത്യാവസ്ഥ എന്നുള്ള കാര്യം എനിക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നെ എന്താ ഒരു അന്തിമമായിട്ടുള്ളൊരു നിങ്ങളൊരു സന്ദേശം എന്തായിരിക്കും, ഒരു മെസ്സേജ്? അന്തിമ സന്ദേശം അല്ലേ? അപ്പോൾ സാറ് വീഡിയോ തന്നെ ഞാൻ 5-8 വീഡിയോ ഇറക്കി തോന്നില്ല വണ്ടി ഇറങ്ങിയിട്ട്? കുറച്ചുണ്ട്. അത് സാറ് വീഡിയോ തന്നെ കണ്ടാൽ മതി, വേറെ കൂടുതലൊന്നുമില്ല. അതെ, ഞാൻ ആ വീഡിയോ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെതായിട്ടുള്ള അനുഭവം, അതായത് പിന്നെ ഞാനിതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ നെഗറ്റീവ് വശങ്ങൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആകെ ഇതിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ മെയിനായിട്ട് ഫീൽ ചെയ്തെന്താ, ഒരു തുരുമ്പുണ്ടായിരുന്നു. അത് വണ്ടി എടുത്തിട്ട് 2 മാസം കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ കണ്ട കാര്യമാണ്. പക്ഷെ അത് പിന്നെ തുരുമ്പാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയാം അത് തുരുമ്പല്ല. ആ പെയിന്റ് പോയിട്ട് എൻ്റെ സാധാരണ തുരുമ്പം തന്നെ അത് നടന്ന് പോകണം, അത് നല്ല മിനുസായിട്ട് അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. ആ പെയിന്റ് പോയി എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷെ ഞാൻ അന്നത് തുരുമ്പ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിന് ജസ്റ്റ് ഇതൊന്നും പിന്നെ എന്താണ് വേറെ കംപ്ലൈൻ്റ് ഒന്നും പിന്നീട് അങ്ങോട്ട് പോയില്ല. എനിക്കിപ്പോൾ സംസാരിച്ച സമയത്ത് പെട്ടെന്ന് വന്ന സംശയമാണ്. അപ്പോൾ നമ്മൾ ഈ തുരുമ്പിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാ, ഈ അണ്ടർ ബോഡി കോട്ടിങ് ചെയ്തിട്ടാണല്ലോ നമ്മൾ വണ്ടി ഷോറൂമിൽ ഇറക്കുക. ഇപ്പോൾ ഇത് 4 വർഷം 5 വർഷം ആവാൻ പോകുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇനി ഞാനൊന്ന് എന്തെങ്കിലും രണ്ടാമത് റീപെയിൻ്റ് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എത്ര വർഷം? അല്ല, വണ്ടി എന്തെങ്കിലും പൊന്തിച്ച് നോക്കിയിട്ട് വിജേഷ് അടുത്ത പ്രാവശ്യം ചെയ്യും. കഴിഞ്ഞ വർഷം എന്തെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തോ? ഇല്ല. എന്നാൽ അടുത്ത പ്രാവശ്യം പിന്നെ സർവീസ് വരുന്ന സമയത്ത് ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത മാസം ഒന്ന് ചിലപ്പോൾ ഫെബ്രുവരി 14-ാം തീയതി ഒന്ന് രാജസ്ഥാനിൽ പോകുന്നുണ്ട്. കഴിഞ്ഞ് വന്നപാടെ തന്നെ എന്താ 15,000 സർവീസ് ആവും. അപ്പോൾ ആ സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കും, അങ്ങനെ ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് എന്നെ ചെയ്യാം. കാരണം ഇതിൻ്റെ ഒരു വർക്ക് പോലും ഞാൻ പെൻഡിങ് വെക്കാത്ത ഒരാളാണെന്നുള്ള കാര്യം വിജേഷിന് അറിയാമോ? ഓക്കെ. അപ്പോൾ എന്തായാലും പിന്നെ വിജേഷിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് എന്താണ് വിലയേറിയ കുറച്ച് നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളതെങ്കിൽ, വിജേഷ് ആദ്യമായിട്ടാണെങ്കിൽ അതായത് ഈ 14 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് എന്താണ് ഇതുപോലെ ഒരു ലോങ് ഒരു പിന്നെ എത്ര മിനിറ്റാണ് ഇത് ഉണ്ട്, കുറച്ച് സമയമുണ്ട്. അപ്പോൾ ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു സംസാരത്തിൻ്റെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിജേഷ് ഇവിടെ കുറച്ച് ദൂരമാണ് വിജേഷിൻ്റെ വീട്, ഇതിന് വേണ്ടിയിട്ട് വന്നു. ഞാനും കുറച്ച് വിജേഷിൻ്റെ ഭാഗത്തേക്ക് ഞാനും കുറച്ച് ഓടി. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു സംസാരം ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചെന്ന് വിചാരിക്കുന്നു. ബാക്കി അഭിപ്രായം പറയേണ്ടത് നിങ്ങളാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്, താങ്ക്സ് വിജേഷ്. ഓക്കെ.